അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 വെള്ളിയാഴ്ച. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിലെ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനെ സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. NK പ്രേമചന്ദ്രൻ MP-യാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ലോക്സഭ വെബ്സൈറ്റിൽ നിന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ഒഴിവാക്കിയതിന് പിന്നാലെ സ്പീക്കറുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പ്രേമചന്ദ്രൻ നോട്ടീസ് നൽകിയത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ചർച്ച ആവശ്യപ്പെട്ടത്. എന്നാൽ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് സഭ വീണ്ടും സമ്മേളിച്ചെങ്കിലും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെ ലോക്സഭ 1-ാം തീയതി വരെ പിരിഞ്ഞു. മാത്യു കുഴൽനാടൻ MLA വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു. സംഭവത്തിൽ 2 പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നും ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി MP രാജേഷ് മറുപടി നൽകി. ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും വിവരങ്ങൾ കിട്ടുന്നതിന് അനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ CPM നേതാവ് KK ലതികയെ ഉൾപ്പെടെ ന്യായീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറുകയാണെന്നും ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ KK ലതിക പോസ്റ്റിട്ടത് വർഗീയ പ്രചരണത്തിന് എതിരെയാണെന്ന് മന്ത്രി MP രാജേഷ് വീണ്ടും ആവർത്തിച്ചു. P ജയരാജനെതിരായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM-ന് ജീർണത ബാധിച്ചെന്ന് തങ്ങൾ പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞുവെന്നും VD സതീശൻ പറഞ്ഞു. P ജയരാജന് എതിരായ വെളിപ്പെടുത്തലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. മനുവിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാനാണ് ജില്ലാ പോലീസ് മേധാവി ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ വന്ന ഭീഷണി സന്ദേശങ്ങളെ തുടർന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുമായി CPM നേതൃത്വത്തിന് അവിശുദ്ധ ബന്ധമെന്ന് ആരോപിച്ച് CPM വിട്ട DYFI കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. മനു ഇപ്പോൾ സത്യത്തിന്റെ പാതയിലാണെന്നും പാർട്ടിയിൽ ചേരാൻ താൽപര്യപ്പെട്ടാൽ പരിഗണിക്കുമെന്നും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കി. P ജയരാജന്റെ മകനും ആകാശ് തില്ലങ്കേരിയുമടക്കമുള്ള ഒരു സർക്കിളാണ് കണ്ണൂർ ജില്ലയിലെ ഗുണ്ടാ സംഘങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതെന്നും മാർട്ടിൻ ആരോപിച്ചു. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് സ്വദേശിയായ 12 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 5 ദിവസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇതിനു മുമ്പ് രോഗം റിപ്പോർട്ട് ചെയ്ത കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം വിവാദമായതിനിടെയാണ് പ്രതികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അന്തരിച്ച CPM നേതാവ് PK കുഞ്ഞനന്ദന്റെ ഭാര്യ VP ശാന്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതി വിധിക്ക് എതിരെയാണ് ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുഞ്ഞനന്ദന് 1 ലക്ഷം രൂപ പിഴ വിചാരണ കോടതി വിധിച്ചിരുന്നു.
കുഞ്ഞനന്ദൻ മരിച്ചതിനാൽ ഈ തുക ശാന്ത നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ശാന്ത ആവശ്യപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെ വിവാദ ഓട നിർമ്മാണം വീണ്ടും കോൺഗ്രസ് തടഞ്ഞു. പുറമ്പോക്ക് സർവേ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാകും തർക്കസ്ഥലത്ത് നിർമ്മാണം തുടങ്ങുകയെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. അതിന് വിരുദ്ധമായി ജോലികൾ പുനരാരംഭിച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയ കൊടികൾ പോലീസ് നീക്കിയതും എതിർപ്പിനിടയാക്കി. ക്നാനായ സഭയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ക്നാനായ അസോസിയേഷന്റെ നീക്കം കോടതി തടഞ്ഞു. സഭയിലെ സഹായമെത്രാന്മാരുടെ ഹർജി പരിഗണിച്ച കോട്ടയം മുൻസിഫ് കോടതിയാണ് ഭരണഘടന ഭേദഗതി സ്റ്റേ ചെയ്തത്. സഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ പാത്രിയാർക്കീസ് ബാവയുടെ അധികാരം കുറയ്ക്കുന്നതായിരുന്നു ഭേദഗതി. മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസിന്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ മാസം സമുദായ ഭരണഘടന ഭേദഗതി പാസാക്കിയത്. ഇത് പൂർണ്ണമായും റദ്ദാക്കുന്നതാണ് കോടതി ഉത്തരവ്. മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി ദേശാഭിമാനിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശന്റെ ലേഖനം. മുസ്ലിം ലീഗ് ഇപ്പോഴുയർത്തുന്നത് മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യമാണെന്നാണ് ലേഖനത്തിൽ വിമർശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ മതനിരാശരാണെന്ന സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന ലീഗിനെ മതരാഷ്ട്രീയവാദികളുടെ പാളയത്തിലെത്തിക്കുമെന്ന് ലേഖനത്തിൽ പറയുന്നു. കേരളത്തിലെ പ്രബല മുസ്ലിം വിഭാഗമായ സുന്നികളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നിലപാടാണ് CPMനെന്നും ലേഖനത്തിലുണ്ട്. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. എന്താണ് ബോഗിയും എഞ്ചിനും വേർപെടാനുണ്ടായ കാരണമെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം നടത്തും. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. AIMIM അധ്യക്ഷനും ഹൈദരാബാദ് MP-യുമായ അസദുദ്ദീൻ ഒവൈസിയുടെ ദില്ലിയിലെ വസതിക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണമുണ്ടായി. വസതിക്ക് നേരെ കരിയോയിൽ ഒഴിക്കുകയും വസതിക്ക് മുന്നിൽ ജയ് ഇസ്രായേൽ എന്ന പോസ്റ്ററും പതിപ്പിച്ചതായാണ് റിപ്പോർട്ട്. അർദ്ധരാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 2 പേരാണ് കരിയോയിൽ ഒഴിച്ചതും പോസ്റ്റർ പതിച്ചതെന്നും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. പാർലമെന്റിൽ പലസ്തീനെ ജയ് വിളിച്ച് അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തത് വിമർശനത്തിനിടയാക്കിയിരുന്നു. കനത്ത കാറ്റിലും മഴയിലും ദില്ലി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂര തകർന്നുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പരിക്കേറ്റ 6 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ ഒരാൾ മരിച്ചെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. മേൽക്കൂര താഴെയുണ്ടായിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. 1 മാസം പെയ്യേണ്ട മഴയുടെ 3 ഇരട്ടി മഴ ഒറ്റ ദിവസം പെയ്തതോടെ ദില്ലി നഗരത്തിൽ വെള്ളപ്പൊക്കം. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ദില്ലിയിൽ ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെ 228 മില്ലിമീറ്റർ മഴ ലഭിച്ചു. സാധാരണഗതിയിൽ ജൂണിൽ ദില്ലിയിൽ ശരാശരി 80.6 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. വെള്ളപ്പൊക്കം പലയിടത്തും ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം ദില്ലിയിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ദില്ലി ITOയിലുണ്ടായ ഗതാഗതക്കുരുക്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനവും അകമ്പടി വാഹനങ്ങളും അകപ്പെടുകയായിരുന്നു. 10 മിനിറ്റോളം നേരം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഗതാഗതക്കുരുക്കിൽ കിടന്നു. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിനായി പോകുമ്പോഴായിരുന്നു സംഭവം. ദില്ലി സുർജിത് ഭവനിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തും. കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ട തോൽവി മുഖ്യ ചർച്ചാ വിഷയമാകും. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രധാന ചർച്ചകൾ നടക്കുക. തമിഴ്നാട്ടിൽ ഇല്ലാത്തത് നല്ല നേതാക്കളാണെന്ന് നടൻ വിജയ്. 10-12 ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കാൻ ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വിജയ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പല മേഖലയിലും നല്ല നേതാക്കൾ ഇല്ലെന്ന് വിജയ് ചടങ്ങിൽ പറഞ്ഞു. നന്നായി പഠിക്കുന്നവരും രാഷ്ട്രീയത്തിൽ വരണം. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. കൃത്യമായി നിരീക്ഷിക്കണം. അപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാകൂ എന്നും താരം പറഞ്ഞു. ഭൂമി അഴിമതി കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം. ഭൂമി അഴിമതി കേസിൽ ജനുവരി 31 രാത്രിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമവിരുദ്ധമായി 8.36 കോടി രൂപയുടെ ഭൂമി കൈക്കലാക്കിയെന്ന കേസിൽ സോറനെ അറസ്റ്റ് ചെയ്തത്.
അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടുമുമ്പ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. നിലവാരമില്ലാത്ത റോഡുകൾക്ക് ഹൈവേ ഏജൻസികൾ ടോൾ ഈടാക്കരുതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡുകൾ നല്ലതല്ലെങ്കിൽ ടോൾ പിരിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പല ഹൈവേകളുടെയും സ്ഥിതി വളരെ മോശമാണെങ്കിലും അവിടെ കനത്ത ടോൾ പിരിക്കുന്നതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രസ്താവന. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെതിരെ മന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് മാലദ്വീപ് പരിസ്ഥിതി മന്ത്രി ഫാത്തിമത്ത് ഷമ്മാസ് അലി സലീമിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനെ തുടർന്ന് ഇവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി. മന്ത്രവാദമാണ് മന്ത്രിയുടെ അറസ്റ്റിന് പിന്നിലെന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മറ്റ് 2 വ്യക്തികളും കൂടി ഉൾപ്പെട്ട കേസ് കൂടുതൽ അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. വേനൽ കടുത്തതോടെ സൗദിയിൽ ഉഷ്ണതരംഗം പ്രകടമായി. വ്യാഴാഴ്ച സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ രേഖപ്പെടുത്തിയത് 50 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡ് ചൂടാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് മേഖലയിലും ഉഷ്ണതരംഗം വരും ദിവസങ്ങളിലും തുടരാനിടയുണ്ടെന്നും താപനില ഇനിയും കടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം പൊട്ടിത്തെറിച്ചു. ദൌത്യത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട റിസോഴ്സ് P1 എന്ന ഉപഗ്രഹമാണ് 100-ലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിക്ക് പിന്നാലെ നിലയത്തിലെ US ഗഗനചാരികൾ 1 മണിക്കൂറോളം പേടകത്തിൽ അഭയം തേടിയെന്ന് നാസ അറിയിച്ചു. കോപ്പ അമേരിക്കയിൽ 2ാം വിജയവുമായി ഉറുഗ്വായ്. ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ ബൊളീവിയയെ 5 ഗോളുകൾക്ക് തകർത്താണ് ഉറുഗ്വായ് 2ാം ജയം സ്വന്തമാക്കിയത്. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ പനാമ USA കീഴടക്കി ക്വാർട്ടർ സാധ്യതകൾ സജീവമാക്കി. 1-നെതിരെ 2 ഗോളുകൾക്കാണ് പനാമ വിജയിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.